ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പൃഥ്വിയുടെ മെസ്സേജ് ഷേർലിന് വരുന്നു. ഷേർലിൻ ആ മെസ്സേജ് വായിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ്. കിരണിന് രാധിക ഫോൺ ചെയ്യുന്നു. ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ കട്ടായി പോവുകയാണ്. സൃഷ്ടിയാണെങ്കിൽ സമീറിനെ ഫോൺ ചെയ്യുന്നു. സമീർ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. സമീർ പറയണ ലാസ്റ്റ് എന്നെ ആ ഗുണ്ട മയക്കിയെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഈ കട്ടിലിൽ വന്നതെന്ന്. സൃഷ്ടി പക്ഷേ അതുമാത്രം വിശ്വസിക്കുന്നില്ല. സൃഷ്ടി പറയണ നീ ഉറക്കം വന്നപ്പോൾ കട്ടിലിൽ വന്ന് കിടന്നതായിരിക്കുമെന്ന്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ, സഞ്ജുവിനെ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി കേൾക്കാതെ സൃഷ്ടിയാണെങ്കിൽ ഫോൺ വെക്കുന്നു. അതേസമയം സൃഷ്ടിയോടാണെങ്കിൽ സർല പറയണ ജാനകിയുടെ മരുന്ന് തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരുന്ന് വാങ്ങിയിട്ട് വരാൻ. കിരൺ ആണെങ്കിൽ പൃഥ്വിയും കൂട്ടിയിട്ട് നമ്പ്യാർ വീട്ടിലേക്കാണ് വരുന്നത്. അത് കണ്ടിട്ട് പ്രീതയും രോഹിത്തും ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടതെന്ന്. കിരൺ അപ്പോൾ പറയാണ്, ഇതൊരു വലിയ മുറിവൊന്നുമല്ല, ഇത് ചെറിയ കാര്യമാണ്. ഇതിനെക്കാട്ടി വലിയ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഡോക്ടറിനാണെങ്കിൽ ബോധം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് വരാനെന്ന് പറഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു. കിരൺ പറയാണ്, ഈ സമയത്ത് പേഷ്യൻറ്റും വേണം, അതുകൊണ്ട് ഷേർലിനെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഷേർലിനെ വിളിക്കാൻ തുടങ്ങുന്നു. രോഹിത് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഷേർലിനെ വിളിക്കുന്നത്? വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ കിരൺ കേൾക്കുന്നില്ല. കിരൺ ആണെങ്കിൽ ഷേർലിനെ വിളിക്കുകയാണ്. ഷേർലിനെ വിളിച്ചിട്ട് നിന്റെ ഗ്യാസിൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്, കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാമെന്നൊക്കെ പറയാണ്. കിരൺ ഫോൺ സംസാരിക്കുമ്പോൾ പ്രീത ഇടയ്ക്ക് കയറി കിരണിനോട് പറയണം, നീ തെറ്റിദ്ധരിക്കുന്നത് പോലെ പൃഥ്വിയേട്ടനും ഷേർലിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ സഞ്ജു ആണെങ്കിൽ പൃഥ്വിയേട്ടനെ കാറിൽ നിന്നും തള്ളിയിടത്തില്ല, നീ വിശ്വസിക്കെന്നൊക്കെ പറയുന്നു. കിരൺ അപ്പോൾ പറയണം, നിനക്ക് ഭയങ്കര വിശ്വാസമാണ്, നീ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. എന്തായാലും എല്ലാത്തിനുമുള്ള തെളിവ് ഇപ്പോൾ ഡോക്ടർ തന്നെ തരുമെന്നൊക്കെ കിരൺ പറയുകയാണ്. ആണെങ്കിൽ ഷേർലിനോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനെന്ന്. ഷേർലിൻ അപ്പോൾ പറയാണ്, എനിക്ക് ചെറിയ തലകറക്കമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന്. കിരൺ അപ്പോൾ സമ്മതിക്കുന്നില്ല. കിരൺ പറയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഡോക്ടറുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തന്നെ പറയുന്നു. കിരൺ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തോടെ അവളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊട്ടിക്കണം, ഏട്ടനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ. ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഷേർലിൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്, അത് കുഴപ്പമില്ല, നമുക്ക് പോയി ഡോക്ടറിനോട് ചോദിക്കാമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ പൃഥ്വിക്കൊരു കോൾ വരികയാണ്. പൃഥ്വി പറയുകയാണ് ഓഫീസിൽ നിന്നാണെന്ന്. കിരൺ ആണെങ്കിൽ രോഹിത്തിനോട് പറയണം, ഇന്നു മുതൽ നീ ആണെങ്കിൽ ഷേർലിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന്, അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് പ്രീതയ്ക്കാണെന്ന് പറയുന്നു. രോഹിത്തിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ രോഹിത്തും കിരണും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. ആ സമയത്ത് പൃഥ്വി വിചാരിക്കുകയാണ്, ഇവിടെ ഞാൻ ശരിക്കും ആക്ട് ചെയ്തു, ഇനി അകത്ത് കയറിയിട്ട് ഞാൻ എങ്ങനെ ആക്ട് ചെയ്യും, എല്ലാം എൻ്റെ കൈവിട്ട് പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്, ഇന്നത്തെ കാര്യം നിൻ്റെ തീർന്നെന്നൊക്കെ സ്വയം പൃഥ്വി വിചാരിക്കുകയാണ്. സമീർ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇവിടെ ആരോ സഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്, എന്നെ ബോധം കെടുത്തിയതാണെന്നൊക്കെ. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറയാണ് സഞ്ജു തനിയെ രക്ഷപ്പെട്ടതാണ്, നീ ഭയങ്കര ഉറക്കത്തിലായിരുന്നുവെന്ന്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് കിരണും പ്രീതയും രോഹിത്തും വരികയാണ്. പ്രീത ചോദിക്കുകയാണ് ഡോക്ടറിനോട്, ഞങ്ങളോട് പറയാനുള്ളതെല്ലാം പറയാൻ പറയുന്നു. ഡോക്ടറാണെങ്കിൽ ഇപ്പം തന്നെ പറയാമെന്ന് സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ പൃഥ്വി അവിടേക്ക് വരികയാണ്. പൃഥ്വിയെ കണ്ടിട്ട് എല്ലാവരും ശരിക്കും ഭയന്നു പോകുന്നു. എന്തു പറ്റി മോനെ എന്ന് ചോദിച്ച് എല്ലാവരും അടുത്ത് കൂടുകയാണ്. എല്ലാവരും ഡ്രസ്സിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. വീണ്ടും എല്ലാവരും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത്, എല്ലാ സത്യങ്ങളും പറയാൻ സൂചിപ്പിക്കുന്നു. ഡോക്ടർ ആണെങ്കിൽ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് പോലീസുകാർ വരികയാണ്. പോലീസുകാർ ചോദിക്കുന്നു, ആരാണ് ഞങ്ങളെ വിളിച്ചതെന്ന്. പോലീസുകാരോടാണെങ്കിലും പറയുന്നുണ്ട്, ഈ ഡോക്ടറിനെ ആരോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു, ആ ഒരു പ്രശ്നത്തിലാണ് വിളിച്ചതെന്ന്. ഡോക്ടർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറയുമെന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം പൃഥ്വിയാണെങ്കിൽ ദൈവത്തെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, ഈ തവണ എങ്ങനെയെങ്കിലും ദൈവങ്ങളെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പോലീസുകാരാണെങ്കിൽ ഡോക്ടർ സേമിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന്. ഡോക്ടർ ആണെങ്കിൽ പറയാൻ തുടങ്ങുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്